ഓം ശാന്തി. 30/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇതാണ് മുഴുവൻ കൽപ്പത്തിലെയും സർവോത്തമ മംഗളകാരി സംഗമയുഗം. ഇതിൽ കുട്ടികളായ നിങ്ങൾ ഓർമ്മയുടെ സാക്രീനിലൂടെ സതോപ്രധാനം ആകുന്നു. ചോദ്യം: അനേകം പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ഉൽപ്പന്നമാകുന്നതിൻ്റെ കാരണവും അവയ്ക്കെല്ലാത്തിനുമുള്ള നിവാരണവും എന്താണ്? ഉത്തരം: എപ്പോഴാണോ ദേഹാഭിമാനത്തിൽ വരുന്നത്, അപ്പോൾ സംശയം ജനിക്കുന്നു. സംശയം ഉയരുമ്പോൾ തന്നെ അനേകം ചോദ്യങ്ങൾ ഉൽപ്പന്നമാകുന്നു. ബാബ പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് ഒരു തൊഴിൽ നൽകിയിട്ടുണ്ട്. പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ഈ തൊഴിലിൽ ഇരിക്കുന്നതിലൂടെ എല്ലാ ചോദ്യങ്ങളും സമാപ്തമായി കൊള്ളും. ഗീതം: നിന്നെ നേടി ഞങ്ങൾ ലോകം നേടി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. മധുരമധുരമായ ആത്മീയ കുട്ടികളെ എന്ന് പറഞ്ഞത് ആരാണ്? തീർച്ചയായും ആത്മീയ പിതാവിന് തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത്. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഇപ്പോൾ മുന്നിൽ ഇരിക്കുകയാണ്. ബാബ വളരെ സ്നേഹത്തോടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, സർവർക്കും സുഖവും ശാന്തിയും നൽകുകയും സർവരെയും ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നവനായി ആത്മീയ പിതാവല്ലാതെ മുഴുവൻ ലോകത്തിലും ഒരു മനുഷ്യനും ഉണ്ടാവുക സാധ്യമല്ല. അതിനാൽ ദുഃഖത്തിൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. ബാബ നമ്മളെ സുഖധാമത്തിന് യോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. സദാ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബയുടെ മുന്നിലാണ് വന്നിരിക്കുന്നത്. മുന്നിൽ കേൾക്കുന്നതും ദൂരെയിരുന്ന് കേൾക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കുന്നു. മധുബനിൽ മുന്നിൽ വരികയാണ്. മധുബൻ പ്രശസ്തമാണ്. മധുബനിൽ അവർ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. പക്ഷേ ശ്രീകൃഷ്ണൻ ഉണ്ടായിരിക്കുന്നില്ല. ഇതിൽ പ്രയത്നമുണ്ട് എന്നതിൽ കുട്ടികളായ നിങ്ങൾക്കറിയാം. സ്വയം ഓരോ നിമിഷവും ആത്മാവാണ് എന്ന് നിശ്ചയിക്കണം. ഞാൻ ആത്മാവ് ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ മുഴുവൻ ചക്രത്തിലും ഒരേ ഒരു സമയത്താണ് വരുന്നത്. ഇത് കൽപ്പത്തിൻ്റെ സുന്ദരമായ സംഗമയുഗമാണ്. ഇതിന് പേര് വച്ചിരിക്കുന്നത് തന്നെ പുരുഷോത്തമം എന്നാണ്. ഇത് സംഗമയുഗമാണ്. ഇതിൽ എല്ലാ മനുഷ്യരും ഉത്തമരായി മാറുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാ മനുഷ്യ ആത്മാക്കളും തമോ പ്രധാനമാണ്. അവർ പിന്നെ സതോ പ്രധാനമാകുന്നു. സതോ പ്രധാനമാണെങ്കിൽ ഉത്തമമാണ്. തമോ പ്രധാനമാകുമ്പോൾ മനുഷ്യനും അധമമാകുന്നു. ഇപ്പോൾ ബാബ ആത്മാക്കൾക്ക് മുന്നിലിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മുഴുവൻ പാട്ടും ആത്മാവ് തന്നെയാണ് അഭിനയിക്കുന്നത്, ശരീരമല്ല. ഞാൻ ആത്മാവ് യഥാർത്ഥത്തിൽ നിരാകാരി ലോകത്തിൽ അഥവാ ശാന്തിധാമത്തിൽ വസിക്കുന്നവനാണ് എന്നത് നിങ്ങളുടെ ബുദ്ധിയിൽ വന്നു കഴിഞ്ഞു. ഇത് ആർക്കും തന്നെ അറിയില്ല. സ്വയം മനസ്സിലാക്കിച്ചു തരുവാനും സാധിക്കില്ല. നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും ആത്മാക്കൾ പരംധാമത്തിലാണ് വസിക്കുന്നത്. അതാണ് ഇൻകോർപ്പറിയൽ വേൾഡ്. ഇതാണ് കോർപ്പറിയൽ വേൾഡ്, അതായത് സാകാരി ലോകം. ഇവിടെ നമ്മളെല്ലാ ആത്മാക്കളും
ആക്ടേഴ്സാണ്, പാർട്ട്ധാരികളാണ്. ആദ്യം നമ്മൾ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. പിന്നെ നമ്പർ വാറായി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ആക്ടേഴ്സും ഒരുമിച്ച് വരുന്നില്ല. പല പല പ്രകാരത്തിലുള്ള ആക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. നാടകം പൂർത്തിയാകുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ചുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിച്ചു. നമ്മൾ ആത്മാക്കൾ വാസ്തവത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുവാനായി വരുന്നു. ബാബ മുഴുവൻ സമയവും പാർട്ട് അഭിനയിക്കുവാൻ വരുന്നില്ല. നമ്മൾ തന്നെയാണ് പാർട്ട് അഭിനയിച്ച് സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മുന്നിൽ കേൾക്കുന്നതിലൂടെ വളരെയധികം രസം തോന്നുന്നു. ഇത്രയും രസം മുരളി വായിക്കുന്നതിലൂടെ വരുന്നില്ല. ഇവിടെ മുന്നിലാണല്ലോ. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഭാരതം ഗോഡസിന്റെ സ്ഥാനമായിരുന്നു. ഇപ്പോഴല്ല. ചിത്രങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും ആയിരുന്നു. നമ്മൾ അവിടെ വസിക്കുന്നവരായിരുന്നു. ആദ്യം നമ്മൾ ദേവതയായിരുന്നു. തൻ്റെ പാർട്ടിനെ ഓർമ്മിക്കുമോ അതോ മറന്നു പോകുമോ? ബാബു പറയുന്നു, നിങ്ങൾ ഇവിടെ ഈ പാർട്ട് അഭിനയിച്ചു. ഇത് ഡ്രാമയാണ്. പുതിയ ലോകം വീണ്ടും തീർച്ചയായും പഴയ ലോകമാകുന്നു. ആദ്യം മുകളിൽ നിന്നും ഏത് ആത്മാക്കളാണോ വരുന്നത് അവർ ഗോൾഡൻ ഏജിൽ വരുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരികളും മഹാരാജാവും മഹാറാണിയുമായിരുന്നു. നിങ്ങളുടെ രാജധാനി ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജധാനിയില്ല. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാജ്യം എങ്ങനെ നടത്തും? അവിടെ മന്ത്രി ഉണ്ടായിരിക്കുന്നില്ല. നിർദ്ദേശം നൽകുന്നവരുടെ ആവശ്യമില്ല. അവരാണെങ്കിൽ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായി മാറുന്നു. പിന്നെ ഇവർക്ക് രണ്ടാമതൊരാളിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അഥവാ ആരിൽ നിന്നെങ്കിലും നിർദ്ദേശം സ്വീകരിക്കുന്നു എങ്കിൽ അവരുടെ ബുദ്ധി ദുർബലമാണ് എന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഏതൊരു ശ്രീമത്ത് ലഭിക്കുന്നുവോ അത് സത്യുഗത്തിലും നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആദ്യം തീർച്ചയായും ഈ ദേവീ ദേവന്മാരുടെ രാജ്യം പകുതി കൽപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ നോളജ് പരമാത്മാവിനല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ദേഹി അഭിമാനിയാകണം. ശാന്തിധാമത്തിൽ നിന്നും വന്ന് ഇവിടെ നിങ്ങൾ ടോക്കി ആയിരിക്കുന്നു. ടോക്കി ആകാതെ കർമ്മം ഉണ്ടാവുക സാധ്യമല്ല. ഇത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഏതുപോലെ ബാബയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്, അതേപോലെ നിങ്ങളുടെ ആത്മാവിലും ജ്ഞാനമുണ്ട്. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് സംസ്കാരം അനുസരിച്ച് പിന്നെ രണ്ടാമതൊരു ശരീരം സ്വീകരിക്കുന്നു. പുനർജന്മവും തീർച്ചയായും ഉണ്ടാകുന്നു. ആത്മാവിന് ഏതൊരു പാർട്ടാണോ ലഭിച്ചിട്ടുള്ളത് അത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. സംസ്കാരമനുസരിച്ച് മറ്റൊരു ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിൻ്റെ പ്യൂരിറ്റിയുടെ ഡിഗ്രി ദിനം പ്രതിദിനം കുറഞ്ഞു വരുന്നു. പതീതം എന്ന വാക്ക് ദ്വാപരം മുതലാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഒരല്പം വ്യത്യാസം തീർച്ചയായും വരുന്നു. നിങ്ങൾ പുതിയ കെട്ടിടമുണ്ടാക്കൂ. 1 മാസത്തിന് ശേഷം കുറച്ച് വ്യത്യാസം തീർച്ചയായും വരും. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബു നമുക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബു പറയുന്നു, ഞാൻ കുട്ടികളായ നിങ്ങൾക്ക് സമ്പത്ത് നൽകുവാൻ വന്നിരിക്കുകയാണ്. ആര് എത്ര പുരുഷാർത്ഥം ചെയ്യുമോ
അത്രയും പദവി നേടും. ബാബയുടെ അടുക്കൽ ഒരു വ്യത്യാസവുമില്ല. ബാബയ്ക്കറിയാം, ഞാൻ ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നത് ആത്മാവിൻ്റെ അവകാശമാണ്. ഇതിൽ മെയിൽ ഫീമെയിൽ എന്ന ദൃഷ്ടി ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങളെല്ലാം കുട്ടികളാണ്. ബാബയിൽ നിന്നും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആത്മാക്കളും ബ്രദേഴ്സാണ്. അവരെ ബാബ പഠിപ്പിക്കുന്നു, സമ്പത്ത് നൽകുന്നു. ബാബ തന്നെയാണ് ആത്മീയ കുട്ടികളോട് സംസാരിക്കുന്നത്. ഹേ മധുരമായ സിഖിലതെ കുട്ടികളെ, നിങ്ങൾ വളരെയധികം സമയം പാട്ട് അഭിനയിച്ച് ഇപ്പോൾ വീണ്ടും വന്ന് കണ്ടുമുട്ടിയിരിക്കുന്നു തൻ്റെ സമ്പത്ത് നേടുവാൻ. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. തുടക്കം മുതലുള്ള പാർട്ട് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആക്ടേഴ്സ് പാർട്ട് അഭിനയിക്കുന്നു, ആക്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. ഇതിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ശരീരമാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ആത്മാവ് കേവലം പവിത്രത്തിൽ നിന്നും അപവിത്രമാകുന്നു, പതീതമാകുന്നു. സത്യയുഗത്തിൽ പാവനമാണ്. ഇതിനെ പതീത ലോകം എന്നാണ് പറയുന്നത്. എപ്പോഴാണോ ദേവതമാരുടെ രാജ്യം ഉണ്ടായിരുന്നത്, അപ്പോൾ വൈസ്ലെസ് വേൾഡ് ആയിരുന്നു. അതായത് നിർവികാരി ലോകമായിരുന്നു. ഇപ്പോഴല്ല, ഇത് കളിയാണല്ലോ. പുതിയ ലോകം തന്നെ പഴയ ലോകവും, പഴയ ലോകം വീണ്ടും പുതിയ ലോകവുമാകുന്നു. ഇപ്പോൾ സുഖധാമം സ്ഥാപിതമാകുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിൽ വസിക്കും. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത നാടകം പൂർത്തിയായി. എല്ലാ ആത്മാക്കളും കൊതുകുകളെ പോലെ പോകും. ഈ സമയത്ത് ഏതൊരു ആത്മാവ് വന്നാലും പതീത ലോകത്തിൽ അവർക്ക് എന്ത് വാല്യൂ ആണ് ഉണ്ടായിരിക്കുക? വാല്യൂ ഉള്ളത് ആദ്യം പുതിയ ലോകത്തിൽ വരുന്നവർക്കാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു പുതിയ ലോകമാണോ ഉണ്ടായിരുന്നത്, അത് പിന്നെ പഴയതായിരിക്കുകയാണ്. പുതിയ ലോകത്തിൽ നമ്മൾ ദേവി ദേവന്മാരായിരുന്നു. അവിടെ ദുഃഖത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ അളവറ്റ ദുഃഖമാണ്. ബാബ വന്ന് ദുഃഖത്തിൻ്റെ ലോകത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്യുന്നു. ഈ പഴയ ലോകം തീർച്ചയായും മാറണം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, തീർച്ചയായും നമ്മൾ സത്യയുഗത്തിലെ അധികാരിയായിരുന്നു. പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം ഇങ്ങനെ ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിച്ചുകൂടാ? ഒരല്പം പ്രയത്നം ചെയ്യേണ്ടി വരുമല്ലോ. രാജപദം നേടുന്നത് സഹജമൊന്നുമല്ല. ബാബയെ ഓർമ്മിക്കണം. ഇത് മായയുടെ വണ്ടറാണ്. അത് അടിക്കടി നിങ്ങൾക്ക് മറവിയുണ്ടാക്കുന്നു. അതിനുവേണ്ടി ഉപായം രചിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റേതായി മാറുന്നതിലൂടെ ഓർമ്മ ഉറയ്ക്കും എന്നല്ല. ബാക്കി പുരുഷാർത്ഥം എന്തു ചെയ്യും? അങ്ങനെയല്ല. ജീവിച്ചിരിക്കുന്നത് വരെയും പുരുഷാർത്ഥം ചെയ്യണം. ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം. ഇത് നമ്മുടെ അന്തിമ ജന്മമാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ഈ ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകണം. ഗൃഹസ്ഥ വ്യവഹാരത്തിലും ഇരിക്കണം. പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. കേവലം സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിക്കൂ. ത്വമേവ മാതാശ്ച പിത. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ മഹിമയാണ്. നിങ്ങൾക്ക് കേവലം ഒരു അൽഫിനെ ഓർമ്മിക്കണം. ഒരേ ഒരു മധുരമായ സാക്രീനാണ്. മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു സാക്രീൻ, അതായത് ബാബയെ ഓർമ്മിക്കൂ.
ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അതിനെ സതോ പ്രധാനമാക്കുന്നതിനായി ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കൂ. ബാബയിൽ നിന്നും സുഖത്തിൻ്റെ സമ്പത്തെടുക്കൂ. സുഖമുണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. സുഖധാമം സ്ഥാപിക്കുന്നവൻ ബാബയാണ്. ബാബയെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. പക്ഷേ മായയുടെ ഓപ്പോസിഷൻ വളരെയധികമുണ്ട്. അതിനാൽ പ്രയത്നിച്ച് പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ മാലിന്യം മാറും. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ ആത്മീയ അച്ഛൻ്റെ കുട്ടികളാണ്. അവിടെ വസിക്കുന്നവരാണ്. പിന്നെ നമുക്ക് തൻ്റെ പാർട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഡ്രാമയുടെ ഉള്ളിൽ ഏറ്റവും അധികം പാർട്ട് നമ്മുടേതാണ്. സുഖവും ഏറ്റവും കൂടുതൽ നമുക്കാണ് ലഭിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങളുടെ ദേവീ ദേവതാ ധർമ്മം വളരെയധികം സുഖം നൽകുന്ന ഒന്നാണ്. ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ ഓട്ടോമാറ്റിക്കലി പോകും. കണക്കുകൾ സമാപ്തമാക്കിയ ശേഷം കൂടുതൽ വിസ്താരത്തിൽ നമ്മൾ എന്തിനു പോകണം? ബാബ വരുന്നത് തന്നെ എല്ലാവരെയും തിരികെ കൊണ്ടുപോകുവാനാണ്. കൊതുകുകളെ പോലെ എല്ലാവരെയും കൊണ്ടുപോകുന്നു. സത്യയുഗത്തിൽ വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മുഴുവൻ ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരം ഇല്ലാതാകും. ആത്മാവ് അവിനാശിയാണ്. അത് കണക്ക് സമാപ്തമാക്കിയ ശേഷം തിരിച്ചു പോകും. ആത്മാവ് അഗ്നിയിൽ പതിക്കുമ്പോൾ പവിത്രമാകും എന്നല്ല. ആത്മാവിന് ഓർമ്മയാകുന്ന യോഗ അഗ്നിയിലൂടെ തന്നെയാണ് പവിത്രമാകേണ്ടത്. യോഗത്തിൻ്റെ അഗ്നി ഇതാണ്. അവർ പിന്നെ നാടകം ഇരുന്നുണ്ടാക്കിയിരിക്കുന്നു. സീത അഗ്നിയെ മറികടന്നു എന്ന്. അഗ്നിയിലൂടെ ഒന്നുമല്ല പാവനമാകേണ്ടത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ എല്ലാ സീതമാരും ഈ സമയം പതീതമാണ്. രാവണന്റെ രാജ്യത്തിലാണ്. ഇപ്പോൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾക്ക് പാവനമാകേണ്ടതുണ്ട്. രാമൻ ഒരേ ഒരാളാണ്. അഗ്നി എന്ന വാക്ക് കേൾക്കുമ്പോൾ അഗ്നിയെ മറികടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗ അഗ്നി എവിടെ? അതെവിടെ? ആത്മാവ് പരംപിത പരമാത്മാവുമായി യോഗം വയ്ക്കുന്നതിലൂടെയാണ് പതീതത്തിൽ നിന്നും പാവനമാകുന്നത്. പകലിൻ്റെ വ്യത്യാസമുണ്ട്. നരകത്തിൽ എല്ലാ സീതമാരും രാവണന്റെ ജയിലിൽ ശോകവാടികയിലാണ്. ഇവിടെയുള്ള സുഖം കാക്കക്കാഷ്ടത്തിന് സമാനമാണ്. താരതമ്യം ചെയ്യപ്പെടുന്നു. സ്വർഗത്തിലെ സുഖമാണെങ്കിൽ അളവറ്റതാണ്. ഇപ്പോൾ ആത്മാക്കളായ നിങ്ങളുടെ വിവാഹ നിശ്ചയം ശിവനാകുന്ന പ്രിയതമനുമായി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആത്മാവ് ഫീമെയിലായല്ലോ. ശിവ് ബാബ പറയുന്നു, കേവലം എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ശാന്തിധാമത്തിലേക്ക് പോയ ശേഷം പിന്നെ സുഖധാമത്തിലേക്ക് വരും. കുട്ടികൾ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് സഞ്ചി നിറയ്ക്കേണ്ടതാണ്. ഒരു പ്രകാരത്തിലുമുള്ള സംശയം കൊണ്ടുവരാൻ പാടില്ല. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ പിന്നെ അനേകം പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. പിന്നെ ബാബ ഏതൊരു തൊഴിൽ നൽകുന്നോ അത് ചെയ്യുന്നില്ല. മുഖ്യമായ കാര്യമാണ് നമുക്ക് പതീതത്തിൽ നിന്നും പാവനമാകണം. മറ്റു കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രാജധാനിയിലെ സമ്പ്രദായങ്ങൾ എങ്ങനെയായിരിക്കുമോ അത് തന്നെ നടക്കും. എങ്ങനെ കൊട്ടാരം നിർമ്മിച്ചിട്ടുണ്ടാകുമോ അങ്ങനെ ഉണ്ടാക്കും. മുഖ്യമായ കാര്യം പവിത്രമാകുന്നതിൻ്റെതാണ്. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. പാവനം ആകുന്നതിലൂടെ സുഖം ഉള്ളവരായി മാറും. ഏറ്റവും പാവനമായത് ദേവി ദേവന്മാരാണ്.
ഇപ്പോൾ നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി സർവോത്തമവും പാവനവുമാകുന്നു. അതിനെ സമ്പൂർണ്ണ നിർവികാരി എന്നും പാവനം എന്നും പറയുന്നു. ബാബ എന്ത് ശ്രീമത് നൽകുന്നുവോ അതനുസരിച്ച് നടക്കേണ്ടത് ആവശ്യമാണ്. ഒരു സങ്കല്പവും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ പതീതത്തിൽ നിന്നും പാവനമാകണം. വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന എന്ന്. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. പതീത പാവനൻ ആരാണ് എന്നതും അറിയുന്നില്ല. ഇതാണ് പതീത ലോകം, അതാണ് പാവന ലോകം. മുഖ്യമായ കാര്യം തന്നെ പാവനമാകുന്നതിൻ്റെതാണ്. ആരാണ് പാവനമാക്കുന്നത്? ഇതൊന്നും അറിയുന്നില്ല. പതീത പാവനൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷേ നിങ്ങൾ പതീതമാണ് എന്ന് പറയുകയാണെങ്കിൽ പിണങ്ങും. സ്വയം വികാരിയാണെന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. അവർ പറയുന്നു, ഗൃഹസ്ഥികളിൽ എല്ലാം ഉണ്ടായിരുന്നു. രാധാകൃഷ്ണന്മാർക്കും ലക്ഷ്മി നാരായണനും കുട്ടികൾ ഉണ്ടായിരുന്നുവല്ലോ എന്ന്. അവിടെ യോഗബലത്തിലൂടെയാണ് കുട്ടികൾ ജനിക്കുന്നത്. ഇത് മറന്നുപോയി. അതിനെ വൈസ്ലെസ് വേൾഡ് അഥവാ സ്വർഗം എന്നാണ് പറയുന്നത്. അതാണ് ശിവാലയം. ബാബ പറയുന്നു, പതീത ലോകത്തിൽ ഒരാൾ പോലും പാവനമല്ല. ഈ ബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. അവരാണെങ്കിൽ ഒരു ഗുരു പോയി കഴിഞ്ഞാൽ പിന്നെ മകന് സിംഹാസനം നൽകും. അവർ എങ്ങനെയാണ് സദ്ഗതിയിലേക്ക് കൊണ്ടുപോകുന്നത്? സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്ന് മാത്രമാണ്. സത്യുഗത്തിൽ ദേവീ ദേവന്മാർ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഇത്രയും ആത്മാക്കളെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകും. രാവണ രാജ്യത്തിൽ നിന്നും മുക്തമാകുന്നു. ബാബ എല്ലാവരെയും പവിത്രമാക്കി കൊണ്ടുപോകുന്നു. പാവനത്തിൽ നിന്നും പിന്നെ പെട്ടെന്നാരും പതീതമാകുന്നില്ല. നമ്പർ വൈസായി ഇറങ്ങുന്നു. സതോ പ്രധാനത്തിൽ നിന്നും സതോ, രജോ, തമോ. നിങ്ങളുടെ ബുദ്ധിയിൽ 84 ജന്മങ്ങളുടെ ചക്രം ഇരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ലൈറ്റ് ഹൗസ് പോലെയാണ്. ജ്ഞാനത്തിലൂടെ ഈ ചക്രത്തെ അറിഞ്ഞു കഴിഞ്ഞു. ഈ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എല്ലാം തോണികളാണ്. നിങ്ങൾ പൈലറ്റാണ്, വഴി പറഞ്ഞു കൊടുക്കുന്നവർ. എല്ലാവരോടും പറയൂ, താങ്കൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. കലിയുഗമാകുന്ന ദുഃഖധാമത്തെ മറന്നേക്കൂ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജീവിച്ചിരിക്കുന്നത് വരെയും ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം. തൻ്റെ സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കണം. സംശയത്തിൽ വന്ന് ഒരു ചോദ്യവും ഉയർത്തരുത്. യോഗാഗ്നിയിലൂടെ ആത്മാവാകുന്ന സീതയെ പാവനമാക്കണം. ഒരു കാര്യത്തിൻ്റെ വിസ്താരത്തിൽ കൂടുതൽ പോകാതെ ദേഹി അഭിമാനി ആകുന്നതിൽ പ്രയത്നിക്കണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. വരദാനം: സദാ മനനത്തിലൂടെ മഗ്ന അവസ്ഥയുടെ സാഗരത്തിൽ ലയിക്കുന്നതിൻ്റെ അനുഭവം നേടുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കട്ടെ. അനുഭവങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ആധാരമാണ് മനനശക്തി. മനനം ഉള്ളവർ സ്വതവേ മഗ്നമായി ഇരിക്കുന്നു. മഗ്ന അവസ്ഥയിൽ യോഗം ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ നിരന്തരം യോജിച്ചിരിക്കുന്നു. പ്രയത്നിക്കേണ്ടി വരുന്നില്ല. മഗ്നം എന്നാൽ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുക. ആർക്കും വേർപെടുത്താൻ കഴിയാത്ത വിധം ലയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രയത്നത്തിൽ നിന്നും മുക്തമാകൂ. സാഗരത്തിൻ്റെ കുട്ടികളാണ്.
അപ്പോൾ അനുഭവങ്ങളുടെ കുളത്തിലല്ല കുളിക്കേണ്ടത്, എന്നാൽ സാഗരത്തിൽ ലയിച്ചു ചേരൂ. അപ്പോൾ അനുഭവി മൂർത്തി എന്ന് പറയും. സ്ലോഗൻ: ആരുടെ ഓരോ സങ്കല്പവും ഓരോ സെക്കൻഡും സമർത്ഥമാണോ അവരാണ് ജ്ഞാനസ്വരൂപ ആത്മാവ്. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. അഥവാ ഏതെങ്കിലും സ്വഭാവം, സംസ്കാരം, വ്യക്തി അഥവാ വൈഭവത്തിൻ്റെ ബന്ധനം അതിൻ്റെ നേർക്ക് ആകർഷിക്കുന്നുവെങ്കിൽ ബാബയുടെ ഓർമ്മയുടെ ആകർഷണം സദാ നിലനിൽക്കുകയില്ല. കർമാതീതം ആവുക എന്നാൽ സർവ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായി വേറിട്ടവരായി പ്രകൃതിയിലൂടെ നിമിത്തമാത്രം കർമ്മം ചെയ്യിക്കുക. ഈ വേറിട്ടവർ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കൂ. ചെയ്യിക്കുന്നവനും ചെയ്യുന്നവരായ ഈ കർമ്മേന്ദ്രിയങ്ങളും തികച്ചും വേറെയാണ് എന്ന അനുഭൂതി സഹജമായും സ്വതവേയും ഉണ്ടാകണം. മെഡിറ്റേഷൻ. സാകാര ദേഹത്തിനുള്ളിൽ പ്രകൃതി മധ്യത്തിൽ ഒരു തിളങ്ങുന്ന ചൈതന്യ ജ്യോതിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാൻ ആത്മാവ് ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ചൈതന്യ ജ്യോതിയാണ്. ബുദ്ധിയാകുന്ന നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സൂക്ഷ്മ പ്രകാശ സ്വരൂപം കാണുന്നു. ഈ സ്മൃതി നിലനിർത്തി ദേഹി അഭിമാനി അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമായി ഞാൻ അനുഭവിക്കുന്നു. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ശാന്ത സ്വരൂപ ആത്മാവായ ഞാൻ എൻ്റെ പ്രകാശ ശരീരത്തെ എമർജ് ചെയ്യുന്നു. ലൈറ്റിൻ്റെ ശരീരത്തിൽ സൂക്ഷ്മ ലൈറ്റ് സ്വരൂപമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ
ഫരിഷ്തകളുടെ ലോകമായ അവ്യക്ത ദേശത്തിലേക്ക് പോകുന്നു. വെള്ള പ്രകാശം സർവത്ര നിറഞ്ഞിരിക്കുന്ന ശീതളമായ ഈ അവ്യക്ത ലോകത്തിൽ ബാബയുടെ മുന്നിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നു. ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എന്നിൽ പതിയുന്നു. ഞാൻ ലൈറ്റ് മൈറ്റ് സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഡബിൾ ലൈറ്റ് സ്വരൂപത്തിൽ നിന്നും ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപം ധാരണ ചെയ്യുന്നു. ഒരു ദിവ്യ സൂക്ഷ്മ പ്രകാശ ബിന്ദുവായി ഒരു സെക്കൻഡിൽ പരമധാമമാകുന്ന ജ്യോതി ദേശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവന്ന ദിവ്യ പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ജ്യോതി ദേശത്തിൽ ഞാൻ ആത്മാവ് എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ മധുരമായ ബാബയുടെ മുന്നിലാണ്. ശാന്തിയുടെ സാഗരമായ ശിവ് ബാബ ശാന്തിയുടെ പ്രകാശ കിരണങ്ങളാൽ എന്നെ സമ്പന്നമാക്കുന്നു. എന്നിൽ ശാന്തി നിറയുന്നു.
ഗഹനമായ ശാന്തതയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ സാഗരമായ പരമാത്മാവ് പവിത്രതയുടെ കിരണങ്ങളായി എന്നിൽ പവിത്രതയുടെ ശക്തി നിറയ്ക്കുന്നു. പരമാത്മാ പവിത്രത ഉൾക്കൊണ്ട് ഞാൻ സമ്പൂർണ്ണ പവിത്ര സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാനായ ബാബ ശക്തികളുടെ പ്രകാശകിരണങ്ങളാൽ എന്നിൽ ശക്തി നിറയ്ക്കുന്നു. ഞാൻ ശക്തി സമ്പന്നമായി മാസ്റ്റർ സർവശക്തിവാനായി സ്ഥിതി ചെയ്യുന്നു.